എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നീറ്റ് യു ജി അതായത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് യു ജി 2025 വർഷത്തെ പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് NEET.NTA.NIC.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മാർച്ച് 7 തീയതി വരെയാണ് ഈ ഒരു അപേക്ഷകൾ ഓൺലൈനായിട്ട് നൽകാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളെ ചോദിക്കുന്ന സംശയമാണ്, കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുമോ? അതായത് കമ്പാർട്ട്മെൻറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻ വർഷങ്ങളിലൊക്കെ +2 പരീക്ഷ എഴുതുകയും അതിനുശേഷം സേ പരീക്ഷയും എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും, സേ പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ വർഷം വീണ്ടും ജയിക്കാൻ വേണ്ടി വീണ്ടും പരീക്ഷ എഴുതുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെയാണ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം എന്ന് പറയുന്നത്, അത് അല്ലെങ്കിൽ പ്രൈവറ്റ് വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ എന്നിങ്ങനെ ഉള്ള വിദ്യാർത്ഥികൾക്ക് നീറ്റ് യു ജി 2025 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാൻ സാധിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയമായിരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് അപേക്ഷ നൽകുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നീറ്റ് യു ജി 2025 പ്രവേശന പരീക്ഷയ്ക്ക് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലും അതുപോലെ പ്രൈവറ്റ് വിഭാഗത്തിലും ഒക്കെ ആയിട്ട് ഈ ഒരു +2 പരീക്ഷ എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. NEET.NTA.NIC.in എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് അതായത് എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷയും സമർപ്പിക്കേണ്ടത്. നിങ്ങൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ ആയിരുന്നാലും, കാരണം കമ്പാർട്ട്മെൻറ്റൽ എന്ന് പറയുമ്പോൾ +2 ജയിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അപ്പിയറിംഗ് വിഭാഗത്തിലാണ്, അതായത് അപ്പിയറിംഗ് എന്ന് പറഞ്ഞാൽ യോഗ്യതാ പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പിയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് 1, കോഡ് 2, കോഡ് 3, കോഡ് 4 എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് ഈ ഒരു നീറ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് കോഡ് 1ലാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതായത് കോഡ് 1 എന്നുള്ള ആ ഒരു ഓപ്ഷൻ, അതായത് ഈ ഒരു അപേക്ഷ നിങ്ങൾ അക്ഷയ വഴിയാണ് അപേക്ഷിക്കുന്നത് എങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കോഡ് എന്ന് പറയുന്നത് കോഡ് 1 ആണ്. +2 ജയിച്ച വിദ്യാർത്ഥികളാണ് കോഡ് 2 സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ കോഡ് 1ലാണ് അപേക്ഷിക്കേണ്ടത്. അതായത് +2 ജയിച്ചിട്ടില്ല, ജയിക്കാനായിട്ട് പരീക്ഷയെ അഭിമുഖീകരിക്കുന്നതിനായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു അപ്പിയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഭാഗമാണ് കോഡ് 1 ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് കോഡ് 1ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീറ്റ് യു ജി 2025 പ്രവേശന പരീക്ഷയ്ക്ക് നിങ്ങൾക്കും അപേക്ഷിക്കാം. അതായത് +2 ക്വാളിഫൈ ആവാനായിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കും കോഡ് 1ൽ ആ ഒരു വിഭാഗത്തിലേക്കായിട്ട് അപേക്ഷ സമർപ്പിക്കാം. നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ +2 പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട്, അതായത് ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ നിങ്ങൾ ഓൾറെഡി ഈ ഒരു +2 പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു നീറ്റ് യു ജി 2025 പരീക്ഷ ഏപ്രിൽ മാസത്തോടെ നടക്കും. അപ്പോൾ ആ ഒരു പരീക്ഷയിൽ നിങ്ങൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ, അതായത് ആ ഒരു പരീക്ഷയിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളുടെ +2 മാർക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങളുടെ +2വിൻ്റെ, അതായത് നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായാലും അല്ലെങ്കിൽ സാധാരണ റെഗുലർ വിഭാഗത്തിലായിരുന്ന വിദ്യാർത്ഥികൾ ആയിരുന്നാലും, നിങ്ങൾ ഈ ഒരു പരീക്ഷയുടെ ആ ഒരു +2 പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ആ ഒരു സമയത്താണ് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു +2വിൻ്റെ മാർക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ അതിൻ്റെ റിസൾട്ടിൻ്റെ PDF അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ +2വിൻ്റെ മാർക്ക്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിങ്ങൾക്ക് 50% മാർക്കാണ് ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ വേണ്ടി വരിക. SC BC അതുപോലെ തന്നെ OBC, SC ST അതുപോലെ തന്നെ EWS അതുപോലെ PWBD എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് ഏകദേശം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 40% മാർക്ക് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. 40% എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് ടോട്ടലായിട്ട് 40% മാർക്ക് മാത്രമാണ് എലിജിബിൾ ആയിട്ട്, അതായത് നീറ്റ് ക്വാളിഫൈ ആവാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഏകദേശം 40% മാർക്ക് ഈ ഒരു +2വിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് ലഭിച്ച വിദ്യാർത്ഥികളാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നീറ്റിന് അപേക്ഷിക്കാം. കോഡ് 1 എന്നുള്ള വിഭാഗത്തിലാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. കാരണം നിങ്ങൾ +2 ജയിച്ചിട്ടില്ല, അപ്പിയറിംഗ് വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുക. അതായത് ഈ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികൾ, അതായത് പരീക്ഷ ജയിക്കാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികൾ എന്ന ആ ഒരു വിഭാഗമാണ് കോഡ് 1ൽ ഉൾപ്പെടുക. അതുപോലെ തന്നെ NIOS ഇതുപോലെ വിവിധ വിഭാഗങ്ങളും അതിലാണ് ഉൾപ്പെടുന്നത്. അതായത് പരീക്ഷയിൽ ക്വാളിഫൈ ആവാനിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും ഈ ഒരു കോഡ് 1 എന്നുള്ള ആ ഒരു വിഭാഗത്തിലാണ് ഉൾപ്പെടുക. അപ്പോൾ കോഡ് 1 വിഭാഗത്തിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് നൽകുക. നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഇമെയിൽ ID, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എന്നിവയൊക്കെ കൃത്യമായിട്ട് നൽകുക. കാരണം ചില വിദ്യാർത്ഥികൾക്ക് ഇമെയിൽ IDയിൽ ചില സമയത്ത് അവരുടെ ആ ഒരു കറക്റ്റ് ആ ഒരു ഇമെയിൽ അഡ്രസ്സിൻ്റെ ചില
ലെറ്റേഴ്സൊക്കെ തെറ്റിപ്പോവാറുണ്ട്. അതുപോലെ മൊബൈൽ നമ്പർ നൽകുമ്പോൾ നമ്പർ തെറ്റിപ്പോവാറുണ്ട്. അതുപോലെ നിങ്ങളുടെ പാരൻസിൻ്റെ പേര് നൽകുമ്പോൾ അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നൽകുന്ന ഡാറ്റാസൊക്കെ കൃത്യമാണ് എന്നുള്ളത്. നിങ്ങൾ അക്ഷയ വഴിയാണോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയാണോ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്, എങ്ങനെ അപേക്ഷിച്ചിരുന്നാലും നിങ്ങൾ കൃത്യമായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകിയത് വെരിഫൈ ചെയ്യേണ്ടതാണ്. കാരണം 2 പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഒന്ന് ആ ഒരു ഡീറ്റെയിൽസ് അതായത് ഡാറ്റാസ് വെരിഫൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നീറ്റ് UG 2025 പ്രവേശന പരീക്ഷയ്ക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നത് കേരളത്തിൽ അഡ്മിഷൻ നേടാനായിരിക്കും. പല വിദ്യാർത്ഥികളും കേരളത്തിലെ മെഡിക്കൽ വിഭാഗത്തിലൊക്കെ അഡ്മിഷൻ നേടുന്നതിനായിട്ടായിരിക്കും. ചില വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിൽ അതായത് ഓൾ ഇന്ത്യ കോട്ടയിൽ അഡ്മിഷൻ നേടുന്നതിനും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാറുണ്ട്. അതായത് അറ്റൻഡ് അല്ല, ജസ്റ്റ് നന്നായിട്ട് ഈ ഒരു പ്രിപ്പയർ ചെയ്ത് ഈ ഒരു പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കേരളത്തിൽ ഈ ഒരു വിവിധ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, അതായത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഈ ഒരു അതായത് MBBS, BDS, അതുപോലെ തന്നെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, വെറ്റിനറി, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ്, ബിടെക്, ബയോടെക്നോളജി എന്നിങ്ങനെ വിവിധ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനും അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അഡ്മിഷനും ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു പ്രവേശന പരീക്ഷയായിട്ടുള്ള നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ അഡ്മിഷൻ നേടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ കേരള പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന കീം 2025 പ്രവേശന പരീക്ഷയ്ക്ക് കൂടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നീറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് ഏകദേശം ജനറൽ വിഭാഗത്തിലാണെങ്കിൽ 1700 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ EWS അതുപോലെ NCL വിഭാഗത്തിലൊക്കെ ആയിട്ട് ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 1600 രൂപയും, അതുപോലെ തന്നെ SC ST അതുപോലെ PWBD, തേർഡ് ജെൻഡർ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് 1000 രൂപയുമാണ് ഫീസ് ഇനത്തിൽ വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കേരളത്തിലെ ഈ ഒരു കീം 2025 പ്രവേശന പരീക്ഷയ്ക്ക് കൂടി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിന് രണ്ടിനും അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ നീറ്റിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ തയ്യാറാക്കുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മറ്റ് ഇൻകം, അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലുള്ള വിവിധ സർട്ടിഫിക്കറ്റുകളുടെ സർട്ടിഫിക്കറ്റ് പർപ്പസ് എന്ന് പറയുന്നത് സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസ് ഡോക്യുമെൻ്റ് ആയിരിക്കും നിങ്ങൾ നീറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരിക. എന്നാൽ നിങ്ങൾ കേരളത്തിലെ പ്രവേശന പരീക്ഷയായിട്ടുള്ള കേരള ഈ ഒരു അതായത് കീം 2025 അതായത് കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് അതുപോലെ ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2025 അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത്, കാരണം ഇത് കേരളത്തിലെ മാത്രമുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് കീം നടത്തുന്നത്. അപ്പോൾ കീം നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് 4 ഓപ്ഷൻസാണ് ഉണ്ടാവുക. ഈ ഒരു 4 ഓപ്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കീമിൻ്റേത് ഇതുപോലെയാണ് ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ബോക്സസ് ഉണ്ടാവും. ആദ്യത്തേത് ഈ ഒരു എഞ്ചിനീയറിംഗ്, അതുപോലെ രണ്ടാമത്തേത് ആർക്കിടെക്ചർ, മൂന്നാമത്തേത് ഫാർമസി, അതുപോലെ നാലാമത്തേത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്നിങ്ങനെ 4 വിഭാഗത്തിലാണ് ആ ഒരു ഓപ്ഷൻസ് വരിക. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതൊക്കെയാണ് ഈ ഒരു പ്രവേശനത്തിനായിട്ടാണ് ആഗ്രഹിക്കുന്നത്, എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഈ ഒരു ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഫാർമസി, അതുപോലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് ആണെങ്കിൽ നിങ്ങൾ നീറ്റിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ നൽകുന്ന സമയത്ത് കീമിൻ്റെ ഓപ്ഷൻ നൽകുന്ന സമയത്ത് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു ഓപ്ഷൻ നൽകേണ്ടത്. അപ്പോൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഫാർമസി എഞ്ചിനീയറിംഗ് പരീക്ഷകൾ എഴുതുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസി സെലക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ആർക്കിടെക്ചർ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു NT അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നാറ്റ എക്സാമിനേഷൻ, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ എന്നുള്ള നാറ്റ എക്സാമിനേഷൻ എഴുതേണ്ടതാണ്. അതിൻ്റെയും ഈ ഒരു ആപ്ലിക്കേഷൻ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. നിങ്ങൾ നീറ്റിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ കീമിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ, ഫാർമസി ഇതിലേതെങ്കിലും നിങ്ങൾ ഈ ഒരു എക്സാം എഴുതുകയോ അല്ലെങ്കിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി ടിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗും അതുപോലെ ഫാർമസി അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ കീമിൻ്റെ എക്സാം കൂടി നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. അതുപോലെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. അതുപോലെ നാറ്റ എക്സാം അതായത് ഈ ഒരു NT നടത്തുന്ന നാറ്റ എക്സാമിനേഷനിൽ ക്വാളിഫൈ ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നേടാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നീറ്റിന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കേരള പ്രവേശന പരീക്ഷ കമ്മീഷണർ നടത്തുന്ന കീമിൻ്റെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഓപ്ഷൻ കൂടി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കീമിൻ്റെ അപേക്ഷ മാർച്ച് 10-ാം തീയതി വരെയാണ്, നീറ്റിൻ്റെ അപേക്ഷ മാർച്ച് 7-ാം തീയതി വരെയുമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.